നമ്മുടെ ജ്ഞാനവും നമ്മുടെ ഗ്രഹണവും വർദ്ധിപ്പിച്ച് അങ്ങേയറ്റത്ത് എത്തിക്കാം. അതാണ് ഏകസമാധാന എന്ന വാക്കിനർത്ഥം. ഈ ജ്ഞാനത്തിൻ്റെ ചർച്ചയുണ്ടല്ലോ, വളരെ വിശേഷാണ്. അത് മനസ്സിനെ അങ്ങോട്ട് അപഗ്രഥിക്കും. അപഗ്രഥിക്കണത് എങ്ങനെയാ? മനസ്സിൽ നിന്ന് ചിന്തകൾ വരുന്നു. ആ ചിന്തകൾ പെട്ടെന്ന് വരികയല്ല, വിചിന്തനം മൂലമാണ് വരുന്നത്. അപ്പം ചിന്ത എന്ന് പറയുന്നത് ഒരു പരിണത ഫലമാണ്. അത് ഉണ്ടാക്കി തീർക്കുന്നത് ചിന്തന പ്രക്രിയയാണ്. ചിന്തനം പ്രക്രിയ, ഒരു ആക്ഷൻ വേണമെങ്കിൽ ചിന്തകൻ എന്ന് പറഞ്ഞ ഒരു കർത്താവ് വേണം. അപ്പം ചിന്തകൻ, ചിന്തനം, ചിന്ത. അപ്പം ഈ ചിന്തിക്കാത്ത സമയത്തോ ചിന്തകനുമില്ല. അപ്പം ചിന്തകന് മുൻപുള്ളതായ ഒരു വസ്തു, ഒരു നിലയുണ്ട് അവിടെ. ആ നിലയിലേക്ക് നിങ്ങൾ എത്തണം. ചിന്തയിൽ നിന്ന് ചിന്തനം, ചിന്തനത്തിൽ നിന്ന് ചിന്തകൻ, ചിന്തകനെയും വിട്ട് ചിന്തകന് മുൻപുണ്ടായിരുന്ന ആ നിലയിൽ എത്തിച്ചേരൂ എന്നാ പറയുന്നത്. വിഷയങ്ങളെ ഗ്രഹിക്കുന്നവൻ. ആ വിഷയിയാണ് ഇന്ദ്രിയങ്ങളിലൂടെ, മനസ്സിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത്. അപ്പോൾ വിഷയി പരിശ്രമത്തിലൂടെ വിഷയങ്ങളെ ഗ്രഹിച്ചു. കുറെ കഴിഞ്ഞാലോ വിഷയങ്ങളെ ഗ്രഹിക്കാതെ ആയാൽ പിന്നെ വിഷയമില്ലല്ലോ. അപ്പൊ വിഷയഭേദം തന്നെ വിട്ട് അതിന് രണ്ടിനും അതീതമായി തീരണം. ജ്ഞാനശാസ്ത്രം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അങ്ങനെ വിശേഷപ്പെട്ട ഒരു നിലയിലേക്കാണ്. നിങ്ങൾ വാതിലടച്ചിടരുത്, അന്വേഷിക്കൂ. അപ്പൊ ഏകസമാധാനെ പറ്റി വസിഷ്ഠൻ ഉപദേശിക്കുന്ന രംഗമാണിത്. ഉപശമപ്രകരണം. ഞാൻ ഈ പറയാൻ പോകുന്ന ശ്ലോകങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള, പ്രസിദ്ധീകരിച്ചിട്ടുള്ള ക്വയറ്റിറ്റ്യൂഡ് ഓഫ് ദ മൈൻഡിലുണ്ട്. ഇംഗ്ലീഷിലാണ് ആ പുസ്തകം. അതിനൊരു മലയാള പരിഭാഷ ഇതുവരെ ഞാൻ പരിശ്രമിച്ചിട്ടില്ല. അത് എഴുതുകയാണെങ്കിൽ ഞാൻ തന്നെ എഴുതണം എന്നൊരു അഭിപ്രായം ഉണ്ട് എനിക്ക്. വളരെ വിശേഷപ്പെട്ട ഒരു പുസ്തകമാണ്. അനവധി തവണ ഞങ്ങളത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇത് എങ്ങനെയാണ് അത്ര അധികം പബ്ലിഷ് ചെയ്തതെന്നുള്ളത് എനിക്ക് തന്നെ ഒരു അതിശയാണ്. പദം ആസാദയാദ്വന്ദ്വം വിശോകോ ഭവഭൂതയേ. പദം ആസാദയാദ്വന്ദ്വം വിശോകോ ഭവഭൂതയേ. പദം ആസാദയാ അദ്വന്ദ്വം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ലോകം മുഴുവനും ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണ്. അത് സ്ഥൂലമാവാം, സൂക്ഷ്മമാവാം, ഉൾമണ്ഡലത്തിലാവാം, പുറം മണ്ഡലത്തിലാവാം, ബുദ്ധിക്കാവാം, മനസ്സിനാവാം, അഹങ്കാരത്തിനാവാം. ഒക്കെ ദ്വന്ദ്വങ്ങളാണ്. നല്ലത് ചീത്ത, പാപം പുണ്യം, സ്വർഗം നരകം, വേണം വേണ്ട, ഇഷ്ടം അനിഷ്ടം, എല്ലാം തന്നെ. ലാഭം നഷ്ടം, ഉയർച്ച താഴ്ച, ജയം പരാജയം, എല്ലാം തന്നെ ഇവിടെ ദ്വന്ദ്വങ്ങളാണ്. ആ ദ്വന്ദ്വങ്ങൾ രണ്ടും മനസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്നതാണ്. അപ്പം ആ ദ്വന്ദ്വങ്ങളെ ഉദ്ഭവിപ്പിക്കുന്ന മനസ്സുണ്ടല്ലോ, ദ്വന്ദ്വങ്ങൾ ഉദ്ഭവിക്കുന്നത് മനസ്സിൽ നിന്നാണ്. അപ്പം മനസ്സാണ് അതിൻ്റെ സ്രോതസ്, ഉറവിടം. അപ്പം ദ്വന്ദ്വങ്ങളെ മുഴുവനും വിട്ടുകളഞ്ഞ് അത് എവിടെ നിന്ന് ഉത്പത്തിയാവണോ അവിടെ അങ്ങോട്ട് എത്തിച്ചേർന്ന് വിശോകോ ഭവഭൂതയേ, വിശോകനായിത്തീരൂ രാമ. അപ്പം നമുക്ക് ഈ പാപപുണ്യങ്ങളെ മുഴുവനും വിട്ട് മേപ്പോട്ട് ഉയരാൻ സാധിക്കും. പാപപുണ്യങ്ങളല്ല, ദ്വന്ദ്വങ്ങളെ തന്നെ വിട്ട്. ഇതിന് പറയും സാധാരണ മനസ്സിന് അതീതമായ നില, ഉന്മനീഭാവം എന്നൊക്കെ പറയാറുണ്ട് യോഗഭാഷയിൽ. കഥമേക സമാധാനം കീദൃശം വാ മുനീശ്വര വാതാഹത മയൂരാംഗരുഹലോലം മനോഭവേത്. കഥമേക സമാധാനം കീദൃശം വാ മുനീശ്വര വാതാഹത മയൂരാംഗരുഹലോലം മനോഭവേത്. അപ്പോഴാണ് ശ്രീരാമൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. കഥമേക സമാധാനം കീദൃശം വാ മുനീശ്വര. അങ്ങ് ഏകസമാധാന എന്നൊരു വാക്കുപയോഗിച്ചുല്ലോ. എന്താണ് ഈ ഏകസമാധാനം എന്ന് പറയുന്നത്? ഒരേ ഒരു സമാധാനം എപ്പോഴും നിലനിൽക്കണമെന്നാണ് അർത്ഥം. പക്ഷെ ഏകസമാധാനം എന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ ശ്രീരാമന് തന്നെ അതിശയം തോന്നി. ഇതെന്താപ്പാ അത്? കീദൃശം വാ മുനീശ്വര, ഇതെങ്ങനെയാണ് ഏകസമാധാനം നേടുക? വാതാഹത മയൂരാംഗരുഹലോലം മനോഭവേത്. മനസ്സെങ്ങനത്തതാ? കാറ്റിങ്ങനെ വീശണു. ആ മയിലിൻ്റെ കയ്യിലുള്ളതാണ് പീലി. ആ പീലി വളരെ നനുത്തതാ, മിനുസമുള്ളതാ. കാറ്റിങ്ങനെ വീശുമ്പോൾ ആ പീലിയിലുള്ള ഓരോന്നും അനങ്ങിക്കൊണ്ടിരിക്കും. അത്ര ലോലമാണ് നമ്മുടെ മനസ്സ്. ആ ലോല മനസ്സിൽ എങ്ങനെയാ ഏകസമാധാനത്വം കൊണ്ടുവരിക?
വളരെ അതിശയം തോന്നുന്നുണ്ടല്ലോ. ഇത് സാധിക്കുമോ? സാധിക്കും എന്നങ്ങ് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെങ്ങനെയാ സാധിക്കുക എന്നൊരു ചോദ്യം. കഥമേക സമാധാനം കീദൃശം വാ മുനീശ്വര വാതാഹത മയൂരാംഗരുഹലോലം മനോഭവേത്. സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, എന്തിനെ കണ്ടാലും എന്ത് കേട്ടാലും എന്ത് ഓർമ്മ വന്നാലും മനസ്സിന് അനക്ക. അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സിൽ സ്ഥിരമായ ഒരു നില കൈവരിക്കാം എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് വെള്ളവും അഗ്നിയും കൂടി യോജിപ്പിക്കുന്ന മാതിരിയാണ് എനിക്ക് തോന്നണത്. അപ്പം അതെന്താന്ന് ചോദിച്ചു, പറഞ്ഞു തരാൻ പറയുക. അപ്പോഴാണ് വസിഷ്ഠൻ അതിനെപ്പറ്റി ഒരു നല്ല വിവരണം നൽകുന്നത്. വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണിത്. ഞാനിതെടുത്ത് കുറേയൊക്കെ ഒന്ന് പറയാൻ നോക്കാം. ഭഗവത്ഗീത ഒരു സംവാദമാണല്ലോ. എന്ത് സംവാദം അത്? അധ്യാത്മ സംവാദം. സംവദിക്കുന്നത് നന്നാവണം എന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പറ്റില്ല. സംവാദം കുറേ വിപുലമാവണം, കൂടുതൽ പ്രസക്തമാവണം. അതിന് പല ഉപസംവാദങ്ങളും ആവശ്യമാണ്. പല ഉദാഹരണങ്ങൾ വേണം, ദൃഷ്ടാന്തങ്ങൾ വേണം, പൂർവ്വകാല സംഭവങ്ങൾ ആവർത്തിച്ച് പറയണം. ഇങ്ങനെയൊക്കെ ആയാലേ സംവാദം നന്നാവുള്ളൂ. ഈ അധ്യാത്മം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ അത് കയറി സ്ഥാനം പിടിച്ച് മനസ്സിനെ ശുദ്ധമാക്കി ബുദ്ധിക്ക് വിശാലതയോ സൂക്ഷ്മതയോ ഒക്കെ വരുത്തി അവസാനം നമുക്ക് കിട്ടാനുള്ള ലക്ഷ്യം തൻ്റെ ഉള്ളിലാണ്, താൻ തന്നെയാണ് എന്നൊരു ബോധ്യം വന്ന് പരീക്ഷിത്ത് 7-ാം ദിവസം ഇരുന്ന മാതിരി ഇരിക്കണം. ശ്രീരാമൻ വസിഷ്ഠൻ്റെ ഉപദേശം കേട്ട് ആ ഉപദേശം മുഴുവനാവുന്നതിന് മുൻപ് തന്നെ ഏതാണ്ട് പകുതി ദൂരം എത്തിയപ്പോൾ കണ്ണടച്ച് അന്തർലീനനായിരുന്നു. അതാണ് സംവാദത്തിൻ്റെ മഹിമ. സംവാദം എന്ന് പറഞ്ഞത് സഫലമാകണമെങ്കിൽ ഇത് അധ്യാത്മ സംവാദമാണ്, ചരിത്രം പറയലല്ല. അധ്യാത്മത്തിൻ്റെ ഒരേ ഒരു ഉദ്ദേശം മനുഷ്യൻ്റെ മനസ്സിലും ബുദ്ധിയിലും പവിത്രതയും വിശാലതയും സൂക്ഷ്മതയും പ്രബുദ്ധതയും വരുത്തലാണ്. ആ പ്രബുദ്ധത ഉണ്ടാവുന്നത് വരെ സംവാദം തുടർന്നു പോകും. അപ്പോഴേ അത് സഫലമായുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നത്. ഇപ്പം കൃഷ്ണൻ സംസാരിക്കുന്നത് ആരോടാ? അർജുനനോട്. ഉദാഹരണമായി കൊണ്ടുവന്നതോ ജനകൻ. ആ ജനകൻ്റെ കാര്യമാണ് ഞാൻ യോഗവാസിഷ്ഠ രാമായണത്തിൽ നിന്ന് വസിഷ്ഠൻ അവതരിപ്പിക്കുന്ന ഭാഗം പറയുകയാണ്. അപ്പോൾ വസിഷ്ഠൻ ആരോട് സംസാരിക്കുന്നു? ശ്രീരാമനോട്. ആരാണ് ഈ വസിഷ്ഠൻ? രഘുവംശത്തിൻ്റെ കുലഗുരു. ജനകനോ? രാമൻ ജനകൻ്റെ മരുമകനാണ്. രാമൻ്റെ ഫാദർ ഇൻ ലോ ആണ് ജനകൻ. അപ്പം ആ ജനകനെ സംബന്ധിച്ച ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടാവുമല്ലോ. അപ്പോൾ ശ്രീരാമനോട് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പല സംവാദങ്ങളും കൂട്ടിയിണക്കി പറയുകയാണ്. അങ്ങനെയാണ് സുരഘു പരിഘ സംവാദം ഉദ്ധരിച്ച് വസിഷ്ഠൻ സംസാരിക്കുന്നത്. ഈ സുരഘു പരിഘൻ എന്ന് പറയുന്ന 2 പേരും ബാല്യകാല സുഹൃത്തുക്കളാണ്. അവർ 2 പേരും രാജവംശത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ രാജവംശത്തിൽപ്പെട്ട രാജകുമാരന്മാർ ചെറുപ്പം മുതലേ സുഹൃത്തുക്കൾ. അപ്പോൾ കളിച്ചും ചിരിച്ചും പലതും പറഞ്ഞും കേട്ടും എല്ലാ വിധത്തിലും ഒരു തുല്യതയുണ്ടവർക്ക്. വെറും സുഹൃത്തുക്കളല്ല, ഒരേ വയസ്സ്, ഒരേ മാതിരിയുള്ള പാരമ്പര്യം, പ്രഭുത്വം, ആഢ്യത്വം, ഇങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം രാജവംശത്തിൽ സാധാരണ എപ്പോഴും ഈ അസ്ത്രശസ്ത്ര വിദ്യയും ആനുകാലിക ശാസ്ത്രങ്ങളും പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അധ്യാത്മശാസ്ത്രങ്ങളും പഠനത്തിന് വിഷയമാണ്. അതുകൊണ്ട് നമ്മുടെ രാജാക്കന്മാർ പലരും ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ടവർ ഭൂരിഭാഗവും രാജർഷിമാരായിരുന്നു. രാജാക്കന്മാർ മാത്രമല്ല, രാജർഷിമാർ. വിശ്വാമിത്രനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, രാജർഷിയാണ്. പക്ഷേ വിശ്വാമിത്രന് ബ്രഹ്മർഷിയാവണം എന്ന് തോന്നിയത്രേ. ആരാ ഈ ബ്രഹ്മർഷി? ബ്രഹ്മസ്വഭാവത്തോട്, ബ്രാഹ്മണ സ്വഭാവത്തോടു കൂടി ജനിച്ച് അതിൽ ഋഷിത്വം കൈവരിച്ച ആൾ വസിഷ്ഠൻ. അങ്ങനെ ഒരാളാണ്. അപ്പോൾ വസിഷ്ഠൻ്റെ വായിൽ നിന്ന് തന്നെ ബ്രഹ്മർഷിയായി എന്ന് കേൾക്കണം എന്നൊരു വിചാരം ആർക്ക്? വിശ്വാമിത്രന്. അപ്പം രാജർഷിമാർ അവിടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അവർ രാജർഷിമാരായത്? ചെറുപ്പകാലത്ത് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അധ്യാത്മ സമ്പത്തിനെ പറ്റി ധാരാളം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പം അത് രാജകുമാരന്മാർക്ക് എല്ലാവർക്കും സ്വായത്തമായിരുന്നു ഈ അധ്യാത്മവിദ്യ. അവരൊരു പക്ഷേ സാക്ഷാത്കരിക്കാൻ പുറപ്പെട്ടിട്ടുണ്ടാവില്ല, അത് കാര്യം വേറെ. നമുക്ക് ഉപനിഷത്തുകളുണ്ട്, വേദങ്ങളുണ്ട്, പരമാത്മ എന്നൊരു സത്യം ഉള്ളിൽ കിടന്ന് കളിക്കുന്നു. ഈ ലോകം മുഴുവനും അതിൻ്റെ സ്ഫുരണമാണ്, പുറം സ്ഫുരണമാണ്. ആ സ്ഫുരണം വാസ്തവത്തിൽ ഒരു പൊള്ളയാണ്, പ്രതിഭാസമാണ്.
അതിന് വസ്തുനിഷ്ഠതയില്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ആ മനസ്സിലാക്കിയ വെളിച്ചത്തിലാണ് അവർ സിംഹാസനത്തിൽ നിന്ന് രാജഭരണം നല്ല പോലെ നടത്തിയത്. രാജഭരണം നല്ല പോലെ നടത്തുമ്പോൾ അവർക്ക് എന്തു വേണം? അവരുടെ മനസ്സ് വികസിച്ച് പ്രജകളെല്ലാം തൻ്റെ മക്കളാണ്, തൻ്റെ രാജ്യം മുഴുവനും തൻ്റെ കുടുംബമാണ് എന്നൊരു തോന്നലും അനുഭവം അവർക്ക് ഉണ്ടാവണം. അപ്പം ആ മനസ്സിൻ്റെ വികാസത്തിന് ഈ അധ്യാത്മവിദ്യ വളരെയധികം സഹായിക്കും. അങ്ങനെ മനസ്സ് വികസിച്ച് ജീവിക്കുന്നവരും പ്രവൃത്തിയെടുക്കുന്നവരുമായിരുന്നു അവർ. ഇവർ ബാല്യകാല സുഹൃത്തുക്കൾ മുതിർന്നതോടുകൂടി എല്ലാ ദിക്കിലും സംഭവിക്കുന്നതാണല്ലോ. നിങ്ങളുടെ കുട്ടികൾ പല സ്ഥലത്തും ക്ലാസ്മേറ്റ്സോട് കൂടി കഴിഞ്ഞിട്ടുണ്ടാവും. കുറേ കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. ഉപരിപഠനത്തിന് പോകുമ്പോൾ തന്നെ ചിലർ ഡോക്ടറാവും, ചിലർ IIT-യിൽ ചേരും, ചിലർ മൈക്രോബയോളജിക്ക് പോവും, പിന്നെ ചിലരോ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് പോവും. പിന്നെ അവർ തമ്മിൽ കണ്ടുമുട്ടില്ല. കാര്യം ക്ലാസ്മേറ്റ്സ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. +2 കഴിഞ്ഞതോടുകൂടി പ്രകൃതം മാറി. എല്ലാവരും അന്യോന്യം ബന്ധപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ അത് കൂടിച്ചേരുന്നതോ പിന്നീട് കണ്ടുമുട്ടുന്നതോ വളരെ അപൂർവമാണ്. ഇപ്പം കണ്ടുമുട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഓൾ സ്റ്റുഡൻസ് കോൺഫറൻസ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ചില കോളേജിലും കുട്ടികളുമൊക്കെ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു വന്ന വിദ്യാഭ്യാസത്തോട് നമുക്കൊരു മമതയും ഒരു കൂറും വേണം. ആ വിദ്യാഭ്യാസം ഒരു പ്രൈവറ്റ് ആണെന്ന് വയ്ക്കുക, അതിന് വളരണം, പുതിയതായിട്ടൊരു കെട്ടിടം വേണം, അതിന് പുതിയ കോഴ്സസ് തുടങ്ങണം, ലാബറട്ടറി ഫർണിഷ് ചെയ്യണം എന്നൊക്കെ വന്നാൽ, അവർക്ക് പണം വേണ്ടി വന്നാൽ ഈ പഴയ കാലത്ത് പഠിച്ച സ്റ്റുഡൻസ് കണ്ടമാനം സഹായിക്കേണ്ട ഒരു ചുമതലയുണ്ട്. പക്ഷെ സാധാരണ ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല. ഞാൻ പഠിച്ചു പോന്നു, ആ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനോട് ഒരു മതിപ്പോ ഒരു കൂറോ ഇല്ല. അവരൊക്കെ പഠിപ്പിക്കേണ്ടവരല്ലേ, ഞാൻ പഠിച്ചു എൻ്റെ പാട്ടിൽ പോന്നു, എനിക്ക് നോക്കാനുള്ളത് എൻ്റെ കുടുംബവും കുട്ടികളും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരാണ് അനവധി വിദ്യാർത്ഥികളും, ഭൂരിപക്ഷം. അങ്ങനെ അല്ലാത്തവരും വേണം. ഇതൊക്കെ ഞാൻ പ്രസംഗവശാൽ പറയുന്നതാണ്. അപ്പോൾ പരിഘനും സുരഘുവും കൂടി തമ്മിൽ അങ്ങോട്ട് വേറിട്ട് അവരങ്ങനെ പോയി. സുരഘു ഭരിച്ചിരുന്ന രാജ്യത്തിൽ വല്ലാത്ത ഒരു കൊടും ക്ഷാമം അനുഭവപ്പെട്ടു. ആ ക്ഷാമത്തിൽ രാജാവിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? രാജാവ് ഭരിക്കുകയാണ്. അന്നത്തെ കാലത്ത് നമ്മുടെ ഇന്ത്യ രാജ്യം എത്രയായിരുന്നു എന്നാണ് നിങ്ങളുടെ വിചാരം? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 600 ചില്ലാനം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്ത് കുറേയൊക്കെ ഏകോപനം കൊണ്ടുവരുന്നതിന് മുൻപ് ഇവിടെ 1000-ലേറെ നാട്ടുരാജ്യങ്ങൾ ഉണ്ടാവും. ഈ നാട്ടുരാജ്യങ്ങളൊക്കെ പരസ്പരം മത്സരിക്കുന്നവരും അവരവരുടെ അതിർത്തികൾ വ്യാപിപ്പിക്കാൻ നോക്കുന്നവരുമാണ്. അപ്പോൾ ഒരു രാജ്യത്ത് ക്ഷാമം വന്നാൽ മറ്റൊരു രാജ്യക്കാർ ഓടി വരിക എന്നൊരു സമ്പ്രദായം ഒരു പക്ഷേ മുമ്പുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഭാരതത്തിൻ്റെ അതിർത്തി ഹിമാലയം തൊട്ട് കന്യാകുമാരി വരെ സമുദ്രം ചുറ്റി നിൽക്കുന്ന രാജ്യം എല്ലാം കൂടി ഒരു കേന്ദ്ര ഭരണത്തിൻ്റെ കീഴിലാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനം ബലം കുറഞ്ഞു, അവർക്ക് കഷ്ടപ്പാട് വന്നു എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര സർക്കാർ ഓടിയെത്തണം അവരെ സഹായിക്കാൻ. പരിഘൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രജകൾ കൊണ്ട് കഷ്ടപ്പെട്ട് ധാരാളം മരിച്ചപ്പോൾ താൻ നിസ്സഹായനായി. രാജാവ് എന്നുള്ള നിലയ്ക്ക് പ്രജകളുടെ കണ്ണീര് തുടയ്ക്കേണ്ടവനാണ്, പട്ടിണി മാറ്റേണ്ടവനാണ്. അതിന് താൻ സാധിച്ചില്ല. കൂട്ടമരണം സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ രാജാവിന് വൈരാഗ്യം വന്നു. ഈ വൈരാഗ്യത്തിൻ്റെ പിന്നിൽ താൻ ചെറുപ്പകാലത്ത് പഠിച്ച അധ്യാത്മവിദ്യയും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തു ചെയ്തു? ഒരു മനുഷ്യന് സഹിക്കാൻ വയ്യ ദുഃഖം, ഒന്നൊട്ട് ചെയ്യാനും പറ്റണില്ല. പ്രജകളാണെങ്കിൽ ഇങ്ങനെ മരിച്ചുപോയി, എൻ്റെ സദ്ഭരണത്തിന് കേടാണ്. ഏതെങ്കിലും ഒരു ബാലമരണം ഉണ്ടായാൽ പോലും രാജാവിൻ്റെ രാജധാനിയിൽ ആ ബാലനെ കൊണ്ടിട്ട് നിങ്ങളുടെ ഭരണം ശരിയായില്ല, അതുകൊണ്ടാണ് ബാലൻ മരിച്ചത് എന്ന് പറയുന്ന കൂട്ടരായിരുന്നു നമ്മുടെ പ്രജകൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ രാജാവിന് എത്രത്തോളം ഉത്തരവാദിത്വ ഹാനി വന്നിട്ടുണ്ടാവും, ഉത്തരവാദിത്വ ഹാനി എത്രത്തോളം വന്നിട്ടുണ്ടാവും എന്ന് നിങ്ങൾ ആലോചിക്കൂ. അങ്ങനെ മനസ്സ് തളർന്ന് ദുഃഖം, അർജുനൻ്റെ ദുഃഖം പടക്കളത്തിൽ വെച്ച് മരിക്കുന്നതിന് മുൻപാണ്, കൊല്ലുന്നതിന് മുൻപാണ്. ഇതോ ആൾക്കാരൊക്കെ മരിച്ചു പോയത് കണ്ടു. അതാരാ? പടയാളികൾ യുദ്ധത്തിൽ മരിക്കുകയല്ല, അതിനൊരു സമാധാനമുണ്ട്. ഓരോരുത്തരും കൊല്ലാനും കൊല്ലപ്പെടാനും വന്നവരാണ് ഈ മരിച്ചു വീഴുന്നത്. അപ്പം അതിൽ നമുക്ക് അനുശോചനം ഒരു പരിധി വരെ ആകാവൂ. ഇവിടെ നിസ്സഹായര് പട്ടിണി കിടന്ന് ഒന്നുമില്ലാതെ മരിച്ചങ്ങനെ പോവാണ്. മരത്തുനിന്ന് ഇല കൊഴിഞ്ഞു വീണമായി കാറ്റടിച്ച്. അതങ്ങോട്ട് കണ്ടപ്പോൾ സഹിക്കുവയ്യാതെ അദ്ദേഹം സിംഹാസനം വിട്ടങ്ങോട്ട് പോയി. താൻ നിസ്സഹായനായി എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഒരു രാജാവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ അഭിമാനത്തോടു കൂടിയിരിക്കണം, കർത്തവ്യബോധത്തോടു കൂടിയിരിക്കണം, വിജയശ്രീ ലാളിതനായിട്ടിരിക്കണം, പ്രജകൾ മുഴുവൻ സന്തോഷമായിട്ടിരിക്കണം, രാജാവിന് മുക്തകണ്ഠം സ്തുതിക്കണം. ഇങ്ങനെയൊക്കെയാണല്ലോ. ആ നിലയങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ
ഒരു ഭാഗത്ത് അപമാനം, മറുഭാഗത്ത് ദുർബലത, പിന്നെ ഒരു ഭാഗത്ത് നിസ്സഹായത, ദയനീയത, എല്ലാം കൂടി ഇനി ഇവിടെ ഇരിക്കണ്ട എന്ന് വിചാരിച്ച് ദേശസഞ്ചാരം പുറപ്പെട്ടു അദ്ദേഹം. നമ്മുടെ ഭാരതത്തിലുള്ള ഒരു വിശേഷ സംസ്കാരമാണ്. തൻ്റെ ദേശത്തോ തൻ്റെ സ്ഥാനത്തോ ഇരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും വിപത്തോ ആപത്തോ ദുസ്ഥിതിയോ വന്നാൽ സ്ഥലവും വായുവുമെല്ലാം വിട്ട് പുറത്തങ്ങോട്ട് കിടക്കുമെന്ന്. അങ്ങനെ പുറത്ത് കിടക്കുമ്പോൾ ആ ഒരൊറ്റ സ്റ്റെപ്പ് ഉണ്ടല്ലോ, കാൽവെപ്പ്, അതുകൊണ്ട് മാത്രം മനസ്സിന് ഒരു പുതിയ ഉണർവ് വരും. രോഗങ്ങൾ വരെ മാറും, രോഗങ്ങൾ വരെ മാറും. അപ്പം അദ്ദേഹം നാട് വിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് തപസ് ചെയ്ത് അങ്ങോട്ട് കൂടി. ഇവിടെ എന്താ വിഷയം? ഞാൻ ഭരിച്ചുകൊണ്ടിരുന്ന പ്രജകൾക്ക് കൂട്ടമരണം സംഭവിക്കണു, ക്ഷാമം വന്നിട്ട്. ഈ ക്ഷാമവും കൂട്ടമരണവും ഉണ്ടാവുന്നതിന് കാരണം ഞാനല്ലെങ്കിലും ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ആഘാതം എൻ്റെ മനസ്സിലാണ്. അതുകൊണ്ട് ഞാൻ എന്തു വേണം? അപ്പം രാജാഭിമാനത്തിൽ നിന്ന് വരുന്നതാണ് ആ ദുഃഖം. ഭൗതികമായ നിസ്സഹായതയിൽ നിന്ന് പുറപ്പെടുന്നതാണ്, ഉരുത്തിരിയുന്നതാണ് ആ ദുഃഖം. ഇതന്നെയല്ലേ ശ്രീമദ് ഭാഗവതം പറയണത്? താപത്രയത്തിന് വിധേയമാണ് ലോകത്തിലെ മനുഷ്യജീവിതം. ആധ്യാത്മിക ദുഃഖം, ആദിഭൗതിക ദുഃഖം, ആദിദൈവിക ദുഃഖം. ഇവിടെ ആദി ദൈവിക ദുഃഖമാണ് ഈ കൂട്ടമരണം സംഭവിച്ചത്. അതിൻ്റെ കൂടെ അത് വേണ്ടതുപോലെ മനസ്സിലാക്കി സമീകരിച്ചെടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ആധ്യാത്മിക ദുഃഖവുമായി മനസ്സും ബുദ്ധിയും വരുത്തി തീർത്തത്. അദ്ദേഹം അങ്ങനെ പോയി തപസ് ചെയ്ത് പ്രബുദ്ധനായി. എന്ത്? പ്രബുദ്ധനായി. ആത്മബോധം വന്നു. മനുഷ്യജീവിതം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ ആ പരമലക്ഷ്യം നിറവേറി അദ്ദേഹത്തിന്. സർവ്വ ദുഃഖങ്ങളും ജനിപ്പിക്കുന്നത് മനസ്സാണ്. ഈ മനസ്സാകട്ടെ പരമാത്മാവിൻ്റെ ഒരു സ്ഫുരണമാണ്. ഇപ്പൊ സൂര്യൻ്റെ കിരണങ്ങളാണ് നമുക്കിവിടെ വരുന്നത്. സൂര്യകിരണങ്ങൾ പ്രകാശസ്വരൂപത്തിലുള്ളതാണ്. ആ പ്രകാശകിരണങ്ങൾ എപ്പോഴെങ്കിലും ഇരുട്ട് ചൊരിയാൻ പാടില്ല. മനസ്സെന്ന് പറയുന്നത് ആത്മാവിൻ്റെ സ്ഫുരണമാണ്. ആ മനസ്സിൽ ദുഃഖലേശമുണ്ടാകരുത്. അതിൽ സുഖദുഃഖങ്ങൾക്ക് അതീതമായ ഒരു പ്രകാശം, ആത്മപ്രകാശമേ ഉണ്ടാകാവൂ. എന്നാൽ നമുക്ക് അനുഭവപ്പെടുന്നത് ദുഃഖമാണ്. ഏതുപോലെ? സൂര്യരശ്മികളെ ആവരണം ചെയ്ത് ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 1-2 കിലോമീറ്റർ ദൂരെയുള്ള മേഘങ്ങൾ ആ വൻ പ്രഭ, ആ പ്രഭയുള്ള സൂര്യനെ അങ്ങോട്ട് മറയ്ക്കുമ്പോൾ സൂര്യന് മങ്ങൽ വന്നു. പ്രകാശത്തിന് മങ്ങലേൽക്കല്ല, നമുക്ക് പ്രകാശം അനുഭവിക്കാൻ പറ്റണില്ല എന്ന്. അതുപോലെയാണ് ഈ ദുഃഖം എന്ന് പറയുന്ന മങ്ങലും ഈ ആത്മപ്രകാശത്തെ ആവരണം ചെയ്ത് നിൽക്കുന്നത്. അപ്പം ആ പ്രകാശമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് വെളിവായി. ദുഃഖം സുഖം എന്ന് പറയുന്നത് താരതമ്യമാണ്. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സുഖമുണ്ട്. ഒരു രാജാവ് രാജ്യം ഭരിക്കുന്നത് ഏത് രാജ്യ? ഭൂമിയാണ്. ഭൂമിയുടെ ഒരു തുണ്ടാണ് ഭരിക്കുന്നത്. ഭൂമി നമ്മുടെ അധീനത്തിലാണോ? അല്ലല്ലോ. നമ്മുടെ രാജ്യമൊക്കെ ഭൂമിയുടെ കഷ്ണമായിട്ടുള്ള ഭാഗങ്ങളല്ലേ. ആ ഭൂമിയിലെ പ്രകൃതി വരുത്തി തീർക്കുന്ന കോപങ്ങൾക്കോ അല്ലെങ്കിൽ പ്രകൃതി വരുത്തി തീർക്കുന്ന പരിണാമങ്ങൾക്കോ നമുക്ക് തടയിടാൻ പറ്റുമോ? ഭൂമിയുടെ തിരിച്ചലിന് സ്പീഡ് കൂടി എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി ഒന്ന് സ്പീഡ് കുറയ്ക്കാൻ വല്ല ബ്രേക്ക് ഇടാൻ നമുക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. ആ തിരിച്ചലിൽ പലവിധ സംഭവങ്ങളും ഇവിടെ വരുമല്ലോ, ആവർത്തിക്കുമല്ലോ. ഇവിടെ കൊടുങ്കാറ്റുണ്ടാവാം, വരൾച്ച ഉണ്ടാകാം, വെള്ളപ്പൊക്കമുണ്ടാകാം, അഗ്നിബാധയുണ്ടാകാം, കഠിന വേനലിൽ പലരും പക്ഷികൾ പോലെ മരിക്കാം, അങ്ങനെ പലതും സംഭവിക്കാം. ഇതിനൊക്കെ രാജാവ് ഉത്തരവാദി എന്ന് പറയരുത്. നാം നന്മ ഉൾക്കൊണ്ട് നന്മ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും. കൃഷ്ണൻ പറയുന്നത് പോലെ കർമ്മങ്ങളെയൊക്കെ യജ്ഞമാക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോഴും ഈ പ്രകൃതി മുഴുവനും നമ്മുടെ അധീനത്തിൽ ഉണ്ടാവുന്ന ഒരാളും വിചാരിക്കരുത്. അപ്പം അദ്ദേഹം പ്രബുദ്ധനായി കൈലാസത്തിലെത്തി സഞ്ചാരത്തിന് വിധേയമായി. അങ്ങനെ കൈലാസത്തിലെത്തിയതിന് ശേഷം ഹേമജാതൻ എന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ കൊട്ടാരത്തിൽ അവിടെ ചെന്ന് കൂടിയപ്പോൾ പെട്ടെന്ന് അവിടെ സുരഘു വന്നിരിക്കുന്നു. കൊല്ലങ്ങൾക്ക് ശേഷമാണ് അവർ രണ്ടാമത് കൂട്ടിമുട്ടുന്നത്. അന്നൊക്കെ ബാല്യ സുഹൃത്തുക്കളാണ്. ലോകകാര്യങ്ങളോ അല്ലെങ്കിൽ വിഹാരകാര്യങ്ങളോ മാത്രമേ സംവദിച്ചിട്ടുണ്ടാവൂ. ഇന്ന് കാലം കുറേ കഴിഞ്ഞു, വർഷങ്ങൾ നീങ്ങി. രണ്ടുപേരും നല്ല ജിജ്ഞാസുക്കളായിരുന്നു. പരിഖൻ ഇങ്ങനെ പോയി, സുരഘു വേറൊരു തരത്തിലും പോയി. അത് രണ്ടും കണ്ടപ്പോൾ ഇന്നിപ്പോൾ പരിഖൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്, അധ്യാത്മകാര്യങ്ങളാണ്. അപ്പോൾ പരിഖൻ സുരഘുവിനോട് ചോദിക്കുകയാണ്, യദ്യത് സംസാരജാലേസ്മിൻ ക്രിയതേ കർമ്മഭൂമിപ തത് സമാഹിത ചിത്തസ്യ സുഖായാന്യസ്യ നാനഘ കച്ചിത് സങ്കൽപ്പരഹിതം
പരം വിശ്രമണാസ്പദം പരമോപശമം ശ്രേയ സമാധിം അനുതിഷ്ഠസി. ഇതൊരു സംവാദമാണ് പ്രേക്ഷകരെ. ഈ സംവാദത്തിൽ ചർച്ച ചെയ്യുന്നത് ജ്ഞാനമാണ്. എന്താ ചർച്ച ചെയ്യുന്നത്? ജ്ഞാനം. ഈ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് വിശേഷപ്പെട്ട ഒരു അനുഭവവും ഒരു പരിണാമവുമാണത്. നമ്മുടെ ഉപനിഷത്തുകളും വേദങ്ങളും പറയണത് എന്താ? പ്രജ്ഞാനം ബ്രഹ്മ എന്നാണ് പറയുന്നത്. പരബ്രഹ്മമാണല്ലോ എല്ലാറ്റിൻ്റെയും ഉറവിടം, എല്ലാറ്റിനും ആശ്രയം. ഈ ലോകസൃഷ്ടി മുഴുവൻ നടക്കുന്നത് പരബ്രഹ്മത്തിലാണ്. ആ സൃഷ്ടിയെ അവസാനം സംലയിപ്പിക്കുന്നതും പരബ്രഹ്മത്തിലാണ്. അപ്പൊ പരബ്രഹ്മമാണ് ഇതിൻ്റെ ആദിയും അന്തവും മധ്യവുമെല്ലാം. ആ പരബ്രഹ്മത്തിന്റെ സ്വരൂപം ഉപ്പിന് ഉപ്പുരസം, പുളിക്ക് പുളിരസം എന്ന് പറഞ്ഞതുപോലെ, അഗ്നിക്ക് ചൂട്, ഔഷ്ണ്യം, പ്രകാശം എന്ന് പറഞ്ഞതുപോലെ പരബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താ എന്ന് ചോദിച്ചാൽ പ്രജ്ഞാനം എന്നാണ് പറയുന്നത്. ജ്ഞാനമാണത്. അതൊരു വസ്തുവല്ല, ദ്രവ്യമല്ല, ഊർജമല്ല, അത് ദൃശ്യമല്ല. ദൃഷ്ടരൂപത്തിൽ, ദൃക് രൂപത്തിൽ, സാക്ഷി രൂപത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും സാക്ഷിയായി കുടികൊള്ളുന്ന വിശേഷപ്പെട്ട ഒരു ജ്ഞാനഭാസ്കരൻ, ജ്ഞാനപ്രകാശമാണത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരമലക്ഷ്യം ഈ ജ്ഞാനം സമ്പാദിക്കലാണ്. ആ ജ്ഞാനം സമ്പാദിക്കുന്നതോടുകൂടി നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല, അസ്തമിക്കും. ആനന്ദം സ്ഥിരമായി നിലനിൽക്കും. മനസ്സിൻ്റെ വിഷമങ്ങൾ തീരും. ബുദ്ധിയുടെ ആലോചനയും ജിജ്ഞാസയും തീരും. അഹങ്കാരം തേഞ്ഞു മാഞ്ഞു പോകും. മനുഷ്യൻ ദേവനായിത്തീരും. ആ ആളുടെ ശരീരം കുറച്ചു കാലവും കൂടി ലോകത്ത് ഭൂമിയിൽ ഇരുന്നാലും ശാരീരികമായി ആകർഷണശക്തി കൊണ്ട് അദ്ദേഹം ഭൂമിയിൽ നടക്കുന്നുണ്ടെങ്കിലും മനസ്സ ആന്തരമായിട്ട് ഈ ഭൂമിയൊക്കെ വിട്ട് ആകാശത്തിനെയും താണ്ടിക്കടന്ന് ചെന്നാണ് അദ്ദേഹത്തിൻ്റെ പരിലസനം. ഇങ്ങനെ വിശേഷപ്പെട്ട ഒരു സ്ഥിതിയാണ്. ഈ സ്ഥിതിയെ പറ്റി ആരെങ്കിലും പറയോ ചോദിച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങൾ അതിനാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ സാധാരണ കേൾക്കണത് എന്താ? യോഗം. ഇന്നിപ്പോൾ യോഗക്കാരായ എല്ലാവരും എന്താ ചെയ്യണേ? ഞാൻ യോഗ ചെയ്യണു. ഇങ്ങനൊരു വാക്ക് തന്നെ ഇല്ല, യോഗ ചെയ്യാതെ. എന്ത് ഈ യോഗ ചെയ്യൽ? ഞാൻ യോഗം അഭ്യസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യോഗാഭ്യാസങ്ങൾ നടത്തുന്നു, യോഗാസനങ്ങൾ ചെയ്യാറുണ്ട്, യോഗമുദ്രകൾ പരിശീലിക്കുന്നു എന്നൊക്കെയാ പറയുക. അത് ഇംഗ്ലീഷുകാർ യോഗ എന്ന് പറഞ്ഞത് അത് ഈ കാട്ടിയത് കണ്ട് ഈ കുരങ്ങൻ്റെ സമ്പ്രദായം ഉണ്ടല്ലോ, നമ്മളൊക്കെ ഇപ്പോൾ ഇന്ത്യൻ കുരങ്ങന്മാരാ. യോഗ ചെയ്യണു അത്രേ. ഇത് എവിടുന്നാ ഈ ഭാഷ വന്നത്? ഞാൻ യോഗ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്, യോഗാഭ്യാസം ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ പറയേണ്ടത്? ആ യോഗം എവിടുന്നാ വന്നതെന്നറിയോ നിങ്ങൾക്ക്? ഈ യോഗശബ്ദം നമ്മുടെ ശാസ്ത്രത്തിലൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിനെ ചിട്ടപ്പെടുത്തി നമ്മളോട് പറഞ്ഞത് ആരാ? പതഞ്ജലി എന്ന് പറയുന്ന മഹർഷിയാ. അദ്ദേഹം അഷ്ടാംഗ രാജയോഗം എന്നൊരു യോഗ സിദ്ധാന്തം എഴുതിയിട്ടുണ്ട്. അതിൽ പല സൂത്രങ്ങളുമാണ്. അംഗമുള്ള യോഗം, 8 അംഗങ്ങളുള്ള യോഗം. സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ യമ നിയമാഹ, യമവും നിയമവും, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, 8 അംഗങ്ങളാണ്. ആ അഷ്ടാംഗ രാജയോഗത്തിൽ സമാധി വരെ പറയുന്നുള്ളൂ. യോഗം എന്നുള്ള ശബ്ദത്തിന് പതഞ്ജലി മഹർഷി നൽകുന്ന വിവരണം എന്താ? യോഗ ചിത്തവൃത്തി നിരോധ. നമ്മുടെ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്നതായ വൃത്തി, വ്യാപാരം, പ്രവൃത്തികളുണ്ടല്ലോ, അതിൽപ്പെട്ടതാണ് ചിന്ത, സ്മരണ, വികാരങ്ങൾ, പല വിധത്തിലുള്ള ദുഃഖങ്ങൾ, സുഖങ്ങൾ, മത്സരബുദ്ധി, പല വിധത്തിലുള്ള വികാരങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൂടിയതാണ് മനസ്സ്. അപ്പം മനസ്സ് ഈ മാതിരിയുള്ള നൂലാമാലുകൾ ഇല്ലാതെയാക്കി അതിനൊരു നിരോധം വരണം. അപ്പം മനസ്സിൻ്റെ വൃത്തികളെ നിരോധിക്കാൻ സാധിച്ചാൽ യോഗമായി എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അതിനാണ് ഈ 8 അംഗങ്ങളോട് കൂടിയ രാജയോഗം ഡിസ്കസ് ചെയ്യണത്, ചർച്ച ചെയ്യുന്നത്. അതിലെവിടം വരെ എത്തി? ധാരണയും ധ്യാനവും കഴിഞ്ഞാൽ, ധ്യാനം കഴിഞ്ഞ് സമാധി. സമാധിയിൽ എന്താവും? മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കാതെ നിശ്ചലമായി നമ്മുടെ വ്യക്തിത്വം ഉള്ളിലും പുറത്തും ഒരുപോലെ നിൽക്കും. ശരീരത്തിൽ രക്തസഞ്ചാരം ഉണ്ടാകാം, ശ്വാസത്തിൻ്റെ സഞ്ചാരം, പോക്കും വരവും ഉണ്ടാവും. ആ ശരീരപ്രക്രിയകളൊക്കെ നടക്കും എന്നല്ലാതെ മനസ്സും ബുദ്ധിയും നിശ്ചലമാവും. ഇതാണ് സമാധി. ഇതുവരെ അഷ്ടാംഗ രാജയോഗത്തിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും അതാകാം. എന്നാൽ ജ്ഞാനശാസ്ത്രം ഈ യോഗമൊന്നുമില്ലാതെ മനസ്സിനെയും ബുദ്ധിയെയും നേരിട്ട് ചികിത്സിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതുമാണ്.
ഇപ്പം അർജുനൻ അവിടെ ഇരിക്കുക, എണീക്കാൻ കൂടി പറ്റില്ല പാവം. കൃഷ്ണനാണെങ്കിൽ കുതിരക്കടിഞ്ഞാണും പിടിച്ച് നിന്ന് പിന്നാക്കം നോക്കിയാ സംസാരിക്കണത്. ആ ഇരുന്നു കൊണ്ടിരിക്കുന്ന അർജുനനെ നോക്കി സംസാരിച്ച് ഓരോ വാക്കിലൂടെയും കർണപുടങ്ങളിലൂടെ ഉൾത്തലത്തിൽ പ്രവേശിച്ച് മനസ്സിൻ്റെ ചാഞ്ചാട്ടങ്ങൾ നിർത്തി ദുഃഖത്തെ യാത്ര പറയിപ്പിച്ച് ബുദ്ധിക്ക് വിശാലത നൽകി അവസാനം അർജുനന് ആശയ തെളിച്ചം അതിലങ്ങോട്ട് മുക്കണം. ഇത് സാധിച്ചു കൃഷ്ണന്. എല്ലാ സംവാദങ്ങൾക്കും അത് സാധിക്കും. അതാണല്ലോ നിങ്ങൾ പലരും എന്നോട് പറയണത്, സ്വാമിജി മുക്തിസുധാകരൻ കേട്ട് ഞങ്ങൾക്കിപ്പോ ഒരു തരത്തിലുള്ള വിഷമവും മോഹവുമില്ല, കാര്യങ്ങൾ മനസ്സിലായി, നല്ല സമാധാനം. അത് കേൾക്കാത്ത ദിവസമാണ് ഞങ്ങൾക്ക് വിഷമം. എന്താ അത്? ഞാൻ നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ ഞങ്ങളുടെ ആശ്രമത്തിലിരുന്ന് ക്യാമറയെ നോക്കിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എവിടെയോ ഒക്കെ ഇരുന്ന് അതിങ്ങനെ കേൾക്കണു. നിങ്ങൾക്ക് എങ്ങനെ സമാധാനമുണ്ടായി? അതാണ് ഈ സംവാദത്തിൻ്റെ മഹത്വമപ്പാ. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ആര് സംസാരിക്കണു ആ ആളുടെ വ്യക്തിത്വമാണ് ആ സംസാരത്തിൽ പ്രതിഫലിക്കുക. സംസാരിക്കുന്ന അക്ഷരമാലയിൽപ്പെട്ട വാക്കുകൾ എല്ലാവർക്കും ഒരുപക്ഷെ സമമായിരിക്കാം. എന്നാലും ഓരോരുത്തർ സംസാരിക്കുമ്പോഴും അവരുപയോഗിക്കുന്ന വാക്കുകൾക്ക് അതിൻ്റേതായ പ്രൗഢിയോ പ്രഭാവമോ അതിൻ്റേതായ സീക്വൻസ്, ക്രമമോ ചിട്ടയോ ആഴമോ വിസ്താരമോ ഉദാത്തതയോ ഉത്തുംഗമതയോ ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്താണ് ആ പ്രവക്താവ് ഉദ്ദേശിക്കുന്നത്? ആ ഉദ്ദേശമാണ് ആ വാക്കിലൂടെ പ്രതിഫലിക്കുന്നത് ഓരോന്നിലൂടെ. അപ്പം ഈ വാക്ക് കേൾക്കുമ്പോൾ സമാധാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ സമാധാനത്തിനും പ്രബോധത്തിനും വേണ്ടിയാണ് സംസാരിക്കുന്നത്. മനസ്സിന് സമാധാനം, ശാന്തി, സന്തോഷം, ഉത്സാഹം. ബുദ്ധിക്കോ വികാസം, സൂക്ഷ്മത, കൂടുതൽ സംവേദനക്ഷമത. അവസാനം പുറം ലോകത്തെ കണ്ണിലൂടെ കാണിച്ചു തരുന്നതുമാതിരി ഉൾലോകത്തെ കണ്ണിനെയും ഇന്ദ്രിയങ്ങളെയും വിട്ട് ആ ടോർച്ച് പിന്നാക്കം ഉള്ളിലേക്ക് അങ്ങോട്ട് തിരിച്ച് പരമാത്മപ്രകാശത്തെ ബുദ്ധി അങ്ങോട്ട് വെളിപ്പെടുത്തും. അതാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം. എന്തിനാ ഞാനിത് പറഞ്ഞത്? പരിഘനും സുരഘവും കൂടി സംസാരിക്കുന്നത് അഷ്ടാംഗവും രാജയോഗവും ഒന്നുമല്ല. അദ്ദേഹം നേരിട്ട് സംസാരിക്കുന്നത് സമാധിയെക്കുറിച്ചാണ്. എന്നിട്ട് ആ സമാധിയുടെ അപ്പുറത്ത് കിടക്കുന്ന ദശ എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇവിടെ. കൃഷ്ണന്റെ സംസാരത്തിലും ഉള്ളടങ്ങുന്ന തത്വം അതാണ്. സാഖ്യയോഗം കൊണ്ട് എന്താണോ നമുക്ക് കൈവരിക്കാൻ സാധിക്കുക, ആ സാഖ്യയോഗ സംസിദ്ധി കർമ്മനിരതനായിരുന്നു കൊണ്ട് തന്നെ മനസ്സിനെ ശുദ്ധമാക്കി ബുദ്ധിയെ വികസിപ്പിച്ച് അന്തരാത്മീയത നേടാൻ സാധിക്കണം എന്നാണ് കൃഷ്ണന്റെ സിദ്ധാന്തം. ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാഖ്യന്മാർക്ക് ജ്ഞാനയോഗം, കർമ്മയോഗികൾക്കോ കർമ്മമാണ്. ആ വർത്തമാനമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഈ രണ്ടു കൂട്ടര് ബാല്യകാലം വിട്ട് കുറേ വയസ്സായതിനു ശേഷം കണ്ടുമുട്ടിയപ്പോഴുള്ള സംസാരമാണ്. യദ്യത് സംസാരജാലേസ്മിൻ ക്രിയതേ കർമ്മഭൂമിപ തത് സമാഹിത ചിത്തസ്യ സുഖായ അന്യസ്യ നാനഘ. സംസാരജാലേസ്മിൻ, ഈ സംസാരം എന്ന് പറയുന്നത് ഒരു ജാലമാണ്. ജാലവിദ്യ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് വലിയ അന്തമില്ലാത്തത്ര നൂറ്റുകിടക്കുന്ന ഒരു വലയാണത്, ഒരു വലയാണ്. ഈ സംസാരജാലത്തിൽ ക്രിയതേ കർമ്മഭൂമിപ, എന്തെല്ലാം ഒരുവൻ ചെയ്യുന്നുണ്ടോ, ഒരാളാൽ ചെയ്യപ്പെടുന്നുണ്ടോ, അത് മുഴുവനും തത് സമാഹിത ചിത്തസ്യ. ഈ സമാഹിത ചിത്തൻ എന്നുള്ളത് വലിയൊരു പ്രയോഗമാണ് നമുക്ക്. സാധാരണ നമ്മളൊക്കെ അസമാഹിതന്മാരാണ്. എന്താ അതിനർത്ഥം? നമ്മുടെ മനസ്സിൽ നിന്ന് ഓരോ വിചാരം വരണു, അത് നമ്മളോട് ചോദിച്ചിട്ടല്ല വരണത്, വന്നതിന് ശേഷമേ നമ്മൾ അറിയുന്നുള്ളൂ. ആ വന്ന വിചാരത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടിത്തുടങ്ങും. എടോ മനസ്സേ, താൻ എനിക്ക് വേണ്ടി ഞാൻ പറയണത് വിചാരിക്കുക എന്ന് പറയാൻ എത്ര ആളുണ്ട് നിങ്ങൾ? അങ്ങനെ ഒരു പരിശീലനം തന്നെ ഏറ്റെടുത്തിട്ടുണ്ടോ? എൻ്റെ മനസ്സ് ഞാൻ അഭിലഷിക്കുന്ന മാതിരിയാണ് സങ്കല്പിക്കേണ്ടതും ചിന്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും. ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടുവന്ന് തരരുത്, ഇറക്കുമതി ചെയ്യരുത് എന്ന് മനസ്സിനോട് പറയാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ പഠിപ്പിക്കാത്ത? കൈ കൊണ്ട് എക്സസൈസ് എടുത്താൽ പൊക്കാനും താത്താനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ. അതുമാതിരി മനസ്സിനെ കൊണ്ട് ചിന്തിക്കാനും ചിന്തിപ്പിക്കാതിരിക്കാനും നമുക്ക് സാധിക്കണ്ടേ? അതാണ് സമാഹിത ചിത്തസ്യ എന്ന് പറഞ്ഞത്. മനസ്സിനെ വേണ്ടതുപോലെ മെരുക്കിയെടുത്തവനുണ്ടല്ലോ, ആ മെരുക്കിയെടുത്തവന് സുഖായ അന്യസ്യ നാനഘ, താൻ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും സുഖപ്രദമാണ്.
മനസ്സ് നിയന്ത്രിതമായി, പവിത്രതമായി, പുണ്യപൂരിതമായി, ശുദ്ധമായി എന്നുണ്ടെങ്കിൽ, അപ്പം ശുദ്ധമനസ്കന്മാർക്ക് എല്ലാവർക്കും അവരവർ ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴും സുഖകരമായിരിക്കും. മറ്റുള്ളവർക്കോ അങ്ങനെ അല്ലതാനും. ഈ ഒരു മുഖവരിയോടുകൂടി പരിഖൻ ചോദിക്കുകയാണ്, കച്ചിത് സങ്കൽപ്പരഹിതം പരം വിശ്രമണാസ്പദം പരമോപശമം ശ്രേയ സമാധിം അനുതിഷ്ഠസി. കച്ചിത് സങ്കൽപ്പരഹിതം പരം വിശ്രമണാസ്പദം പരമോപശമം ശ്രേയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോപ്പാ? സുരഘുവിനോട് ചോദിക്കുകയാണ് പരിഹൻ. സങ്കല്പരഹിതം പരം വിശ്രമണാസ്പദം, സങ്കല്പമില്ലാത്തൊരു മനസ്സ് തനിക്ക് കിട്ടിക്കഴിഞ്ഞോ എൻ്റെ സ്നേഹിത? നമ്മൾ കണ്ടിട്ട് കാലം കുറേ ആയല്ലോ. ഈ കാലത്തിനുള്ളിൽ താൻ പലതും ചെയ്തിട്ടുണ്ടാവും. തപസ്സും ചെയ്തിട്ടുണ്ടാവും, അനുഷ്ഠാനവും ചെയ്തിട്ടുണ്ടാവും, യാത്രയും ഉണ്ടാവും, സഞ്ചാരവും ഉണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് ഉള്ളിൽ അതിൻ്റെ പ്രതിഫലനം, അതിൻ്റെ ഇഫക്റ്റ് എന്താ, ഫലം എന്താ? സങ്കല്പരഹിതം പരം വിശ്രമണാസ്പദം. മനസ്സിലുള്ള സങ്കല്പങ്ങളും അഭിലാഷങ്ങളും ആശകളും ആവശ്യങ്ങളും എല്ലാം പോയി പരം വിശ്രമണാസ്പദം, അങ്ങേയറ്റത്തെ വിശ്രമം മനസ്സിന് കിട്ടിത്തുടങ്ങിയോ? ആ വിശ്രമത്തിന് വേണ്ടി എന്തു വേണം? പരമോപശമം ശ്രേയ, പ്രേയസ്. ലോകകാര്യങ്ങൾ കൂടുതൽ കൂടുതൽ കിട്ടി അഭിവൃദ്ധി ഉണ്ടാവുന്നതാണ് പ്രേയസ്. ശ്രേയസ് എന്ന് പറയുന്നതോ നമുക്ക് വേണ്ടതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നൂറ്റും നെയ്തും ഉണ്ടാക്കുന്നതാണ് ശ്രേയസ്. ആ ശ്രേയസ് എന്ന് പറയുന്ന പരമോപശമം, മനസ്സിനുള്ള പുറത്തേക്കുള്ള കുതിപ്പുകളെല്ലാം നിർത്തി തൻ്റെ ഉള്ളിൽ തന്നെ ആത്മന്യേവ ആത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ എന്ന് കൃഷ്ണൻ പറഞ്ഞുവല്ലോ. അതേമാതിരി മനസ്സ് തൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിനാൽ തന്നെ പൂർണ്ണമായി സന്തുഷ്ടി പ്രാപിക്കത്തക്ക ആ വിശേഷപ്പെട്ട ശ്രേയസ്സും വിശ്രമവും കിട്ടിയോ എന്നാണ് ചോദിക്കുന്നത്. ഇതും സംവാദമാണ് കൂട്ടരെ, ഇതും സംവാദമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഭാര്യാഭർത്താക്കന്മാർ സഹോദരന്മാർ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സംവാദത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കൂ. നമ്മുടെ സംവാദം എങ്ങനെയാ? എപ്പോഴാ വിദേശത്തേക്ക് പോണേ? എന്താണ് പ്ലാൻ? ഇനി പുതിയ വെഞ്ചർ എന്തൊക്കെയാ? ഏത് കമ്പനിയാ പുതിയതായിട്ട് മേടിക്കാൻ പോണേ? ഇതിങ്ങനെ ഇരുന്നാൽ മതിയോ? ഇങ്ങനെയുള്ള സംവാദമല്ലേ നമുക്കുള്ളൂ. ഇവർ കണ്ടുമുട്ടിയപ്പോൾ ചോദിക്കുന്നതാണ്. ഈ അധ്യാത്മം എന്ന് പറഞ്ഞാൽ എത്ര നേരം, എത്ര നാള്, എത്ര വർഷം വേണമെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കാം. ഇപ്പം ഭൂമാനന്ദ സ്വാമിജി ഈ സംവാദം തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 4 ചില്ലാനം കൊല്ലായി. എന്താ സംസാരിക്കണേ? മുക്തി സുധാകരം. എൻ്റെ അപ്പോ മുക്തി സുധാകരം, 6 അക്ഷരം. ഇത്രയൊക്കെ സംസാരിക്കാനുണ്ടോ? ഉവ്വ് 100 കൊല്ലം സംസാരിച്ചാൽ ഇത് തീരാൻ പോണില്ല. ആയസുണ്ടോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ, നടത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ, പ്രേക്ഷകരുണ്ടോയെന്നും കൂടിയുള്ള പരിഗണനയുണ്ട്. സംസാരിക്കാൻ സാധിക്കുന്നിടത്തോളമാണ്. കൃഷ്ണൻ വായ തുറന്ന് 2.5 മണിക്കൂർ 3 മണിക്കൂർ 700 ശ്ലോകമാണ് സംസാരിച്ചത്. ഉദ്ധവനോട് സംസാരിച്ചതോ 1000 ശ്ലോകങ്ങൾ വരും. മഹാഭാരതത്തിൽ വ്യാസദേവൻ എഴുതിയതോ 1,25,000 ഇത് എവിടുന്നാ ഈ പൂക്കുറ്റി പോലെ ഇങ്ങനെ വരണത്? നമ്മുടെ മനസ്സിൽ നിന്ന്, അന്തരാത്മാവിൽ നിന്ന്. ഈ കാണുന്ന പ്രപഞ്ച വിസ്തൃതി മുഴുവൻ സൂക്ഷ്മമായ ഒരു കാരണത്തിൽ നിന്ന് പുറപ്പെട്ടതല്ലേ? ഈ പ്രപഞ്ചത്തിനെ ഉണ്ടാക്കാൻ സാധിക്കും ഈ പരബ്രഹ്മത്തിന് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാക് പ്രപഞ്ചത്തെയും നമ്മുടെ അന്തരാത്മാവിൽ നിന്ന് ഉണ്ടാക്കാൻ വല്ല വിഷമമുണ്ടോ കൂട്ടരെ? ഒന്ന് പറയിൻ. ഈ വാക്ക് പുറത്ത് കാണുന്ന പ്രപഞ്ചത്തെ അതിശയിക്കുന്നതാണ് വാക് പ്രപഞ്ചം. വാക് പ്രപഞ്ചം, വാക് പ്രപഞ്ചം. ഉപായപ്പെട്ടതാ അത്. ഒരു നാവ്, 2 വരി പല്ല്, തൊണ്ണും ഒരു തൊണ്ടയും. ഈ സാധനങ്ങൾ വെച്ചുകൊണ്ട് പുറപ്പെടുന്നതായ ശബ്ദങ്ങൾക്കും പദങ്ങൾക്കും വാക്യങ്ങൾക്കും ഖണ്ഡികകൾക്കും അനുച്ഛേദങ്ങൾക്കും വല്ല അവസാനമുണ്ടോ എന്നൊന്ന് ആലോചിക്കൂ നിങ്ങൾ. ആകാവുന്നിടത്തോളം ഞാൻ ചിലപ്പോൾ സംസാരിക്കും 1 മണിക്കൂറോ 1 മണിക്കൂറോ. ചിലരത് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പുറപ്പെടും. ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പുറപ്പെട്ട് ശരിയാക്കി കിട്ടുമ്പോൾ 1 മണിക്കൂർ 1.25 മണിക്കൂർ സംസാരിച്ചത് A4 ഷീറ്റിൽ 50 60 പേജാ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 1 മണിക്കൂർ സംസാരിച്ചത് 50 60 പേജേ. ഇതാണ് വാക് പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പൊ ഇവർ സംസാരിക്കുന്ന ഭാഷ കച്ചിത് സങ്കല്പരഹിതം പരം വിശ്രമണാസ്പദം പരമോപശമം ശ്രേയ സമാധിം അനുതിഷ്ഠസി. നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി എൻ്റെ ചങ്ങാതി. എനിക്ക് ചോദിക്കാനുള്ളത്, മനസ്സെങ്ങനെയുണ്ട്?
മനസ്സിലുള്ള സങ്കല്പങ്ങളൊക്കെ ആ കുതിപ്പ് നിർത്തി സമാധാനമായോ? ഒരു ദിക്കിലിരുന്നാൽ ശാന്തതയുണ്ടോ? ശരീരം സോഫയിലോ ആസനത്തിലോ ഇരിക്കുന്നത് മാതിരി മനസ്സും അതിൻ്റെ വിശ്രമസ്ഥാനം കണ്ടെത്തിയോ? മനസ്സിനുള്ള വിശ്രമം പുറത്തല്ല, അകത്തേ ആവൂ. അപ്പോൾ പുറത്തേക്ക് കുതിക്കുന്ന മനസ്സ് ആ കുതിപ്പ് നിർത്തി ഉള്ളിലേക്ക് മടങ്ങി അവസാനം ആ അന്തരാത്മതലത്തിൽ അലിഞ്ഞു ചേർന്നു, ഉപ്പ് വെള്ളത്തിൽ അലിയുന്ന പോലെ. അങ്ങനെയുള്ള സമാധി അല്ലെങ്കിൽ ഉന്മന്യ അവസ്ഥ സ്നേഹിത നിങ്ങൾക്ക് കിട്ടിയോ എന്നാ ചോദിക്കുന്നത്. സുരഘു മറുപടി പറയുക. ഒന്നാം തരം ചോദ്യം. കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം കണ്ടുമുട്ടിയ സ്നേഹിതൻ ചോദിക്കുന്ന ചോദ്യമാണ്. സുരഘു അതിന് മറുപടി പറയണു. ഏതന്മേ ബ്രൂഹി ഭഗവൻ സർവസങ്കല്പവർജിതം പരമോപശമം ശ്രേയ സമാധിർഹി കിമുച്യതേ. എന്താ ചോദിക്കുന്നത്? ഏതന്മേ ബ്രൂഹി ഭഗവൻ സർവസങ്കല്പവർജിതം പരമോപശമം ശ്രേയ സമാധി ഹി കിമുച്യതേ. എൻ്റെ പരിഖൻ്റെ ഈ ചോദ്യം എന്നെ ഗാഠമായി ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നോടൊരു മറുപടി പറയണം എൻ്റെ ചോദ്യത്തിന്. എന്താ? ഏതന്മേ ബ്രൂഹി ഭഗവൻ. അല്ലേ ഭഗവൻ, എനിക്കിത് മറുപടി പറഞ്ഞു തരൂ. സർവസങ്കല്പവർജിതം, എല്ലാ സങ്കല്പങ്ങളും ഇല്ലാതെയായി തീർന്ന, വർജിതം എന്ന് പറഞ്ഞാൽ ഇല്ല, സങ്കല്പരഹിതമായി, പരമോപശമം ശ്രേയ. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പ്രവൃത്തികളും എല്ലാ തരത്തിലുള്ള വ്യാപാരങ്ങളും തീരുമാനം ഉപശമിച്ച് ശ്രേയസ് പ്രേയസല്ല എന്ന് പറയുന്ന സമാധി എന്നൊരു വാക്കങ്ങ് ഉപയോഗിച്ചുവല്ലോ. ആ വാക്ക് കിമുച്യതേ. എന്താണ് ഇതിനർത്ഥം? എന്താണ് ഈ സമാധി? നോക്കൂ, സമാധി അനുഭവപ്പെടുന്നില്ലേ, ചെയ്യുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന് സുരഘു മറുപടി പറയാണ്. താങ്കൾ വിവരിച്ച സമാധി എന്താണെന്ന്. യോജ്ഞോ മഹാത്മൻ സതതം തിഷ്ഠൻ വ്യവഹരംശ്ചവ അസമാഹിത ചിത്തോസൗ കഥാ ഭവതി കഃഖില. യോജ്ഞോ മഹാത്മൻ സതതം തിഷ്ഠൻ വ്യവഹരംശ്ചവ. ഞാൻ ഇത്ര നാളായി അന്വേഷിച്ച് നടന്നത് എൻ്റെ ശരീരമല്ല അന്വേഷിച്ചത്, എൻ്റെ വായും നാവുമല്ല അന്വേഷിച്ചത്, എൻ്റെ മനസ്സും കൂടിയല്ല, എൻ്റെ ബുദ്ധിയാണ് അന്വേഷിച്ച് നടന്നത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ബോധനാത്മകമാണ്. ബുദ്ധി തേടുന്നത് എപ്പോഴും അറിവാണ്. ശരീരം നമുക്കിപ്പോൾ ഉണ്ട്, മനസ്സും നമ്മുടെ കയ്യിലുണ്ട്. നമുക്കിപ്പോൾ ഇല്ലാത്ത സംഗതി അറിവാണ്. അപ്പോൾ തേടുന്നതും അറിയാൻ ഇഷ്ടപ്പെടുന്നതും നമ്മുടെ ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധിയുടെ തിരച്ചിൽ എപ്പോഴും അറിവിന് വേണ്ടിയാണ്. ആ അറിവിനെയാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്നിങ്ങനെ ഋഗ്വേദം ചിത്രീകരിച്ചിരിക്കുന്നത്. യോജ്ഞോ മഹാത്മൻ. അങ്ങനെ ജ്ഞഃ ജാനാതി ഇതി ജ്ഞഃ. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ആരാണോ ജ്ഞൻ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, ജ്ഞാനി. മഹാത്മൻ മഹാത്മാവേ സതതം തിഷ്ഠൻ വ്യവഹരംശ്ചവ. ആ ആള് തിഷ്ഠൻ, ഒരിടത്തിരുന്ന് കണ്ണടച്ചിരുന്ന് വിശ്രമിച്ചാൽ എന്താ? വ്യവഹരൻചവ. ആ ആള് നല്ലപോലെ ഇന്ദ്രിയങ്ങളിലൂടെ വ്യവഹരിച്ചു എന്നുണ്ടെങ്കിൽ എന്താ? ആരാ വ്യവഹരിക്കുന്നത്? കണ്ണിന് സ്വയം വ്യവഹരിക്കാൻ കാണാൻ പറ്റില്ല, മനസ്സിന് സ്വയം ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഈ ഇന്ദ്രിയങ്ങളെയോ അംഗോപാംഗങ്ങളെയോ പ്രേരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും കൂടിയിട്ടൊരു സാധനമുണ്ട്. ആ സാധനം ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നതൊക്കെ ഈ അംഗങ്ങളും ഉപാംഗങ്ങളുമാണ്. അപ്പൊ ആ ആള് ശരീരത്തോടു കൂടി വെറുതെ ഇരുന്നാൽ എന്താ? അതോ ഇന്ദ്രിയങ്ങളോടുകൂടി വ്യവഹരിച്ചാൽ എന്താ? അസമാഹിത ചിത്തോസൗ കഥാ ഭവതി കഃഖില. അങ്ങനെ ഇരിക്കുമ്പോഴും വ്യവഹരിക്കുമ്പോഴും അസമാഹിത ചിത്തനായിട്ട് ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഉണ്ടാവുമോ? പ്രൊവൈഡഡ് എങ്ങനെയാണെങ്കിൽ, ജ്ഞനാണെങ്കിൽ, തത്വം അറിയുന്നവനാണെങ്കിൽ. ഈ തത്വം എന്ന് പറഞ്ഞതിൻ്റെ അറിവ് എവിടെയാ? നമ്മുടെ ബുദ്ധിയിലാണ്. ബുദ്ധിയിൽ ഏത് രൂപത്തിലാണ് അത് പ്രകാശിക്കുന്നത്? അറിവ് രൂപത്തിൽ. നിങ്ങളെ ചെറുപ്പകാലത്ത് പഠിപ്പിച്ചു 5ഉം 3ഉം 8ആണ്, 25ഉം 24ഉം കൂടിയാ 49, 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 2 കൊണ്ട് പെരുക്കിയാൽ 4. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആ പഠിച്ചിട്ടുള്ള അറിവ് നമ്മൾ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ കണ്ണടച്ചിരുന്നാലോ എന്താ അറിവിന് വ്യത്യാസം? ഈ അറിവ് പ്രകാശിക്കുന്നത് ബുദ്ധിയിലാണ്. ആ ബുദ്ധിപ്രകാശത്തിന് ഒരു കുറവും വരില്ലല്ലോ. ഈ പുറം വസ്തുക്കളെയും പുറം കാര്യങ്ങളെയും ഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ബുദ്ധി ഉള്ളിലേക്ക് ഒരു മടക്കയാത്ര ചെയ്ത്
അന്തരാത്മാവും സാക്ഷിയുമായിരിക്കുന്ന ചൈതന്യ വിശേഷത്തെ കണ്ടു, മനസ്സിലാക്കി, പുണർന്നു, നുകർന്നു, നുണഞ്ഞു. അത് നല്ല പോലെ മനസ്സിലാക്കി ജ്ഞാനമയമാണ് തൻ്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്ക് ഈ വ്യവഹാരമോ അവ്യവഹാരമോ എന്താണ് വ്യത്യാസം എന്നാ ചോദിക്കുന്നത്. ആ ആൾ എപ്പോഴെങ്കിലും അസമാഹിത ചിത്തനായിരിക്കുമോ? നമ്മുടെ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സ് എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രവർത്തന സ്ഫുരണമാണത്. നമ്മുടെ കാല് നടന്നതുകൊണ്ട് കാലല്ലാതെയാകുമോ? നാവ് സംസാരിച്ചത് കൊണ്ട് നാവല്ലാതെയാകുമോ? കണ്ണ് കണ്ടതുകൊണ്ട് കണ്ണല്ലാതെയാകുമോ? കൈ പിടിച്ചത് കൊണ്ട് കൈയല്ലാതെയാകുമോ? അപ്പൊ പ്രവൃത്തി എന്ന് പറയുന്നത് അതാത് അവയവങ്ങൾക്കൊരു അലങ്കാരമോ അതോ അലങ്കോലമോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? എൻ്റെ കൂടെ ഉണ്ടോ? ഓരോ അവയവവും അതതിൻ്റെ പ്രവൃത്തികൾ എടുക്കണു. നമ്മൾ അറിഞ്ഞ വസ്തു എന്താ? കൈയിനെയല്ല മനസ്സിലാക്കിയത്, കണ്ണിനെയല്ല നമുക്ക് മനസ്സിലാക്കിയത്. നമ്മൾ മനസ്സിലാക്കിയത് ഉള്ളിലുള്ള പ്രകാശത്തെയാണ്. ഞാൻ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന താൻ എന്ന് പറയുന്ന ആ വിശേഷപ്പെട്ട പ്രകാശമാണ്. ആ ഞാൻ ദുഃഖിക്കുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു, ഞാൻ സുഖിക്കുന്നു, ഞാൻ മറന്നു, ഞാൻ ഓർമ്മ വയ്ക്കുന്നു, ഞാൻ ഓടി. ആ ഞാൻ ഒരിക്കലും ഇല്ലാതെയാവുന്നില്ല. ദുഃഖത്തിലുമുണ്ടത്, സുഖത്തിലുമുണ്ടത്. ആ ജ്ഞാനെയാണ് തത്വജ്ഞൻ മനസ്സിലാക്കുന്നത്. തത്വജ്ഞന് സിദ്ധിച്ചിട്ടുള്ള ജ്ഞാനമുണ്ടല്ലോ, ആ ജ്ഞാനം വ്യവഹാരത്തോട് ബന്ധപ്പെട്ടതോ നിശ്ചലതയോട് കൂടുതൽ ഇണങ്ങി നിൽക്കുന്നതോ അല്ല. ഈ നിശ്ചലത എന്ന് പറയുന്നത് ഒരു പക്ഷേ ശരീരത്തിനും മനസ്സിനുമാകാം. വ്യവഹാരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾക്കും നാവിനുമൊക്കെ ആകാം. ഇതൊക്കെ പുറത്ത് പെറിഫിറൽ, ആ ചുറ്റളവിൻ്റെ ഭാഗത്ത് ഇതൊക്കെ നടന്നോട്ടെ. ഇത് നടന്നാലും ബുദ്ധി തന്നെ, മനസ്സ് തന്നെ, അന്തരാത്മാവ് തന്നെ. അന്തരാത്മാവെക്കുറിച്ചുള്ള ബോധം ബുദ്ധിയിലാണ്. ആ ബോധത്തിനോ പ്രബോധനത്തിനോ ഒരു മാറ്റവും ഒരു മങ്ങലും വരുന്നില്ല. അപ്പൊ എനിക്ക് അങ്ങയുടെ ചോദ്യം മനസ്സിലാകുന്നില്ല എന്നാ പറയാം. രണ്ട് സ്നേഹിതന്മാർ, രാജകുമാരന്മാരായിരുന്നവർ തമ്മിലുള്ള സംസാരമാണ് ഈ പറയുന്നത് ഒരു കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്നത്. നിങ്ങൾക്കും ഉണ്ടല്ലോ അനവധി സ്നേഹിതന്മാരെ. പല ക്ലബിലും പല സന്ദർഭത്തിലും പല കല്യാണത്തിലും നിങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ഏതെങ്കിലും ഒരു ചങ്ങാതിയോട് നിങ്ങൾ അധ്യാത്മ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എന്നോട് ഇപ്പം പറയണം. നിങ്ങളുടെ സംസാരമൊക്കെ ലൗകികമാണ്, ഭൗതികമാണ്. അതെ, പെൺകുട്ടിയുടെ കല്യാണം എങ്ങനെയുണ്ട്? അയ്യോ ഒന്നും പറയണ്ട, ഡൈവോഴ്സിൻ്റെ വക്കത്തെത്തിയിരിക്കുക. ഇതാണല്ലോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. നല്ല സംസാരത്തിന് എവിടെയാ സ്ഥാനം? മനുഷ്യൻ്റെ നാവ് ഇങ്ങനെ ഈ നശ്വര വസ്തുക്കളെക്കുറിച്ച് ചിന്തിച്ച് പുണ്ണായിക്കൊണ്ട് പുണ്ണാക്കാനുള്ളതാണോ? അതോ അത് വിട്ട ഒരു ഉയർച്ചയും ഒരു ഉത്തംഗതയും അതിന് ഉൾക്കൊള്ളാൻ പറ്റണോ? അതിനാണ് ഈ സംസാരമൊക്കെ ശാസ്ത്രരൂപത്തിൽ നമ്മുടെ പൂർവികർ എഴുതി ചേർത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിലും വല്ലോരും തുറന്ന് ആരെങ്കിലും പറഞ്ഞ എവിടെയെങ്കിലും ചിലരെങ്കിലും കേൾക്കും. അതാണല്ലോ കൃഷ്ണൻ പറഞ്ഞത്, ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ. ഇത് പറയാനുള്ളവർ വളരെ ചുരുങ്ങും. ഇത് കണ്ടുപിടിക്കുന്നത് വളരെ ആശ്ചര്യമാണ്. അങ്ങനെ പറയുന്ന ആള് പറയണത് കേൾക്കാൻ വളരെയധികം ആൾക്കാർ വന്നു എന്ന് വരില്ല. എന്നൊക്കെ പറയണത് എന്താ? വളരെ അപൂർവമാണ്. അസമാഹിത ചിത്തോസൗ കഥാ ഭവതി കക്കില. എപ്പോഴെങ്കിലും ഒരു ക്ഷണത്തിൽ പോലും ഈ തത്വജ്ഞാനി ഞാൻ അസമാഹിത ചിത്തനാകുമോ? ആ ആൾക്ക് ആത്മപ്രകാശം വെളിവാകാതെ പോകുന്ന ഏതെങ്കിലും സന്ദർഭമുണ്ടോ? ഉറക്കത്തിൽ പോലും ഞാൻ തന്നെ വിസ്മരിക്കുന്നുണ്ടോ? ഇല്ല. ശരീരത്തെ ഉണരുന്നില്ല, മനസ്സിനെ ഉണരുന്നില്ല, ബുദ്ധിയെ ഉണരുന്നില്ല, അഹങ്കാരത്തെ ഉണരുന്നില്ല, ലോകത്തെ ഉണരുന്നില്ല. പക്ഷേ ഞാൻ എന്നതിന് തന്നെക്കുറിച്ചുള്ള ഉണർവ് നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ എണീറ്റ് ഞാൻ ഉറങ്ങി എന്ന് പറയണത്. ഏത് ഞാനാ ഉറങ്ങിയത്? ഉണർന്നിരുന്നവൻ ഉറങ്ങി, സ്വപ്നം കണ്ടവൻ ഉറങ്ങി. അപ്പൊ ഈ സ്വപ്നം കണ്ടതും കണ്ണുമിഴിച്ചിരുന്നതും എല്ലാം ഒരൊറ്റ ഒരുത്തനാ, ആ ആള് തന്നെയാ ഉറങ്ങിയിരിക്കുന്നത്. അപ്പൊ ഈ ഞാൻ ഒരു കാലത്തും മറക്കപ്പെടുന്നില്ല. അതിൻ്റെ ദീപ്തി ബോധദീപ്തി, ജ്ഞാനദീപ്തി, ഉണർവ് ദീപ്തി അതിന് ഒരിക്കലും നാശമില്ല. സമാധിയിൽ ഇരിക്കുന്ന സമയത്ത് പോലും എന്തുണ്ടാവണു? ശ്വാസകോശം പ്രവർത്തിക്കണു, ഹാർട്ട് പ്രവർത്തിക്കണു, രക്തസഞ്ചാരം ഇങ്ങനെ ഉണ്ടാവണു. വയറ്റിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ അത് ദഹിക്കണു. ഈ പ്രവൃത്തികളൊക്കെ സമാധിസ്ഥനും നടക്കുന്നില്ലേ? ഉവല്ലോ. അപ്പൊ എവിടെയാ പ്രവൃത്തിരാഹിത്യം എന്നൊന്നുണ്ടോ? ഇല്ല. കൃഷ്ണൻ തന്നെ പറഞ്ഞില്ലേ, നഹി കശ്ചിക്ഷണമപി ജാതുതിഷ്ഠത്യ അകർമ്മകൃത് യോജ്ഞോ മഹാത്മൻ സതതം തിഷ്ഠൻ വ്യവഹരം ശവ
അസമാഹിത ചിത്തോസൗ കഥാ ഭവതി കക്കില. അപ്പൊ തത്വജ്ഞൻ ഒരിക്കലും അസമാഹിത ചിത്തനാവുന്നില്ല. അപ്പൊ അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ എന്താ മറുപടി പറയേണ്ടത്? നിത്യം പ്രബുദ്ധ ചിത്താസ്തു കുർവന്തോപി ജഗത്ക്രിയാഃ ആത്മൈക തത്വസന്നിഷ്ഠാഃ സദൈവ സുസമാധയഃ. കേൾക്കൂ അപ്പാ, നിങ്ങൾ കേൾക്കൂ. ധാരണാധ്യാനം സമാധി, ധാരണാധ്യാനം സമാധി. കണ്ണടയ്ക്കുക. ഞാനേ ധ്യാനിക്കുന്നവനാ, ധ്യാനിച്ചോളൂ, വിരോധമില്ല, അത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഭക്തിശാസ്ത്രമോ ദൈവശാസ്ത്രമോ ആത്മജ്ഞാനശാസ്ത്രമോ ഇതിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. നമുക്കിവിടെ ആവശ്യം 24 മണിക്കൂർ തുടരുന്ന ഭഗവത് ദർശനം, ഭഗവത് സാക്ഷാത്കാരമാണ്. ഒരു മിനിറ്റ് പോലും ഭഗവത് അന്യമായി നമുക്ക് അനുഭവപ്പെടരുത്, ആത്മവിലക്ഷണമായി നമുക്ക് തോന്നരുത്. അരമണിക്കൂർ നമുക്ക് ധ്യാനിച്ച് സത്യം മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ 24 മണിക്കൂറും നമ്മൾ സത്യസാക്ഷാത്കാരത്തിൽ നിന്ന് വഴുതി വീഴാതെ ഇരിക്കാൻ സാധിക്കും. അതിന് പരിശ്രമിച്ചോളൂ. ഇത് ഭാരതമാണ് കൂട്ടരെ, ഭാരതമാണ്. തത്വചിന്തയാണിത്. ആത്മസത്യമാണ് പ്രതിപാദിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാ ഒരിക്കലും അനാത്മാവാകുന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ആത്മാ ആ ഉള്ളു വിട്ട് ഒരിക്കലും പോകുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ ആ ആത്മാവിനെ സാക്ഷാത്കരിച്ചാൽ അതുപോലെയുള്ള ഒരു നൈരന്തര്യം, ഒരു നിരന്തരാനുഭവം നമുക്കുണ്ടാവണം. നിത്യം പ്രബുദ്ധ ചിത്താസ്തു കുർവന്തോപി ജഗത്ക്രിയാഃ. പ്രബുദ്ധ ചിത്താസ്തു. പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? കേൾക്കുന്നുണ്ടോ? പ്രബുദ്ധ ചിത്താസ്തു. ആരുടെ മനസ്സാണോ പ്രബുദ്ധമായിരിക്കുന്നത്, നിങ്ങൾ സമാധി പരിശീലിച്ചോളൂ, തീർത്ഥാടനത്തിന് പൊക്കോളൂ, യോഗാഭ്യാസങ്ങൾ ചെയ്തോളൂ, മുദ്രകൾ പരിശീലിച്ചോളൂ. എന്തു വേണമെങ്കിൽ, എനിക്കൊന്നും അറിയില്ല, എന്തു വേണമെങ്കിൽ ചെയ്തോളൂ. നിങ്ങളുടെ ബുദ്ധിയും മനസ്സും പ്രബുദ്ധമാകുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. സ്വാമിജി കുറേ കാലമായി ധ്യാനിക്കാൻ തുടങ്ങിയിട്ട്, 1/4 മണിക്കൂർ 1 മണിക്കൂർ ധ്യാനിക്കുന്നു. എത്ര കാലമായി? 4 കൊല്ലമായി. എന്നിട്ടോ എന്താ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്? സത്യം മനസ്സിലായോ? അത് മാത്രം പറയും. ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ്, ആരാണെന്ന് മനസ്സിലായോ? ഇപ്പോഴും വൈകുണ്ഠത്തിലേക്ക് നടന്നു ചെല്ലണോ? കൈലാസത്തിലേക്ക് പുറപ്പെടണോ? ഹെലികോപ്റ്ററിൽ പോകണോ? എന്താ നിങ്ങൾക്ക് ആവശ്യം? ഭഗവാൻ സർവവ്യാപിയാണല്ലോ, അന്തരാത്മാവാണല്ലോ. എല്ലാ ദിക്കിലും ഉള്ളിലും ഉണ്ടെങ്കിൽ ഏറ്റവും പിടിക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ ഉള്ളിലാണല്ലോ. ആ ഉള്ളിൽ നിങ്ങൾക്ക് ഭഗവത് സ്പർശം കിട്ടിയോ എന്നുള്ളതിന് മറുപടി പറയൂ. അതാണ് പ്രബുദ്ധ ചിത്താസ്തു. പ്രബുദ്ധ ചിത്താസ്തു. എത്ര തവണ പറയണം? പ്രബുദ്ധ ചിത്തന്മാരായിട്ടുള്ളവർക്ക് കുർവന്തോപി ജഗത്ക്രിയാഃ. അവർ കുർവന്തഃ പ്രവർത്തിച്ചു കൊണ്ടിരിക്കട്ടെ. എന്താ പ്രവർത്തിക്കുക? ജഗത്ക്രിയാഃ. കേൾക്കുന്നുണ്ടോ അപ്പാ നിങ്ങൾ? ജഗത്തിലുള്ള പ്രവൃത്തികൾ. നിങ്ങളാണ് അതിനെ അജ്ഞാനം കൊണ്ട്, മോഹം കൊണ്ട്, ഇടുക്കം കൊണ്ട് എൻ്റെ കുട്ടിക്കുള്ള പ്രവൃത്തി, എൻ്റെ വീട്ടു പ്രവൃത്തി, എൻ്റെ ഉദ്യോഗ പ്രവൃത്തി, എൻ്റെ കച്ചവട പ്രവൃത്തി, എൻ്റെ കൃഷിപ്രവൃത്തി എന്ന് പറയണത്. എല്ലാ പ്രവൃത്തികളും ഇവിടെ ജഗത്തിൽ നടക്കുന്നതാണ്. പ്രകൃതിയുടെ സംവിധാനമാണ്. നിങ്ങളുടെ ശ്വാസകോശം ചുങ്ങി വീർക്കുന്നുണ്ടെങ്കിൽ അത് പ്രകൃതി അതിനു വേണ്ടി രചിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്ക് അതിലൊരു നിർമ്മാണവുമില്ല, പങ്കുമില്ല. അപ്പം ഈ ജഗത്തിലുള്ള പ്രവൃത്തികളാണ് എല്ലാം. വിവാഹം കഴിക്കുന്നതും, ഗർഭം ധരിക്കുന്നതും, കുട്ടികളുണ്ടാവുന്നതും, അവരെ വളർത്തുന്നതും, അവർ പഠിച്ച ഉദ്യോഗത്തിന് പോകുന്നതും, വീട്ടുകാരെ നോക്കുന്നതും, സർവ പ്രവൃത്തികളും ജഗത്തിൽപ്പെട്ടതാണപ്പാ. ഭൂമണ്ഡലത്തിൽപ്പെട്ടതാണ്. ഭൂമി നമ്മുടെയല്ല, നമ്മുടെ രചനയുമല്ല. അപ്പം ഭൂമണ്ഡലത്തിലുള്ള പ്രവൃത്തികൾ പിന്നെ നമ്മുടെ ആവോ? ഈ പ്രവൃത്തികളൊക്കെ ആരും, ഒരു ശാസ്ത്രജ്ഞൻ പോലും ശാസ്ത്രസത്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാ? ഒരു ദൂരദർശിനി എടുത്തു. ആ ദൂരദർശിനി എടുക്കുക എങ്ങനെയാ? കൈകൊണ്ടെടുത്തു, കാലുകൊണ്ട് നടന്നു, അതിൻ്റെ അടുത്ത് ചെന്ന് ഇരുന്നു, എന്നിട്ടോ നോക്കി. ആ നോക്കണത് എന്തുകൊണ്ടാ? കണ്ണുകൊണ്ടാ. ആ കണ്ണ് അദ്ദേഹം ഉണ്ടാക്കിയതാണോ? ദൂരദർശിനി നമ്മൾ ഉണ്ടാക്കിയതാ. അത് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ? നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ കയ്യും കാലും ഒക്കെ ഉപയോഗിച്ചാണ് ദൂരദർശിനി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിലൊക്കെ പ്രകൃതി തന്ന അവയവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. കണ്ണോ, അതും അത് തന്നെ. അപ്പം പ്രകൃതി തന്നെ സംവിധാനം ചെയ്ത കണ്ണുകൊണ്ട് നാം ദൂരദർശിനിയിലൂടെ നോക്കുമ്പോഴും അത് ജഗത്ക്രിയ തന്നെയാണ്, ലോകക്രിയ, ലോകപ്രവൃത്തികളാണ്.
കുർവന്തോപി ജഗത്ക്രിയാഹ. നിങ്ങൾ ഒരാളും പറയരുത് ഇത് എൻ്റെ പ്രവൃത്തിയാ, എനിക്ക് വേണ്ടിയിട്ടുള്ളതാ, വീട്ടുപ്രവൃത്തിയാണെന്ന്. മിണ്ടരുത്, മിണ്ടരുത്. ജഗത്ക്രിയാഹ, അതേ ഇവിടെ എല്ലാവരും ചെയ്യുന്നുള്ളൂ. ഭൂമി നിങ്ങളുടെ രചനയല്ല, ഭൂമണ്ഡലവാസികളായിരിക്കുന്ന നമ്മൾ നമ്മുടെ രചനയല്ല. അവരെല്ലാവരും ചെയ്യുന്നത് ഭൂപ്രവൃത്തി എങ്ങനെയോ ഭ്രമണം എങ്ങനെയോ അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രവൃത്തികളും. ആത്മൈക തത്വസന്നിഷ്ഠാഹ. ആ പ്രവൃത്തികളെല്ലാം ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സും ബുദ്ധിയും ആത്മൈക തത്വസന്നിഷ്ഠാഹ. സാധാരണ നമ്മളൊക്കെ വിചാരിക്കുന്നത് ലോകവസ്തുക്കളെക്കുറിച്ചാണ്. ആ ലോകവസ്തുക്കളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്ന സ്വഭാവത്തിന് പകരം അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇതിനെല്ലാറ്റിനും സാക്ഷിയായി വിഷയസ്ഥാനത്ത് നിൽക്കുന്ന സബ്ജക്റ്റ്, കർത്തൃസ്ഥാനം, ദൃഷ്ടസ്ഥാനം, ദൃക്സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വിശേഷപ്പെട്ട ചൈതന്യമുണ്ട്. ആ ചൈതന്യം ഉള്ളിലാണ്. അതുകൊണ്ട് ഞാൻ അന്തർമുഖനാകണം, ആത്മപ്രതിബദ്ധത വരണം എന്ന് പറഞ്ഞ് എല്ലാറ്റിനെയും പിൻവലിച്ച് പരീക്ഷിത്ത് ചെയ്ത മാതിരി ഉള്ളിൽ മുങ്ങി ആ ആത്മതലത്തിൽ പ്രവേശിച്ച് ആ ദൃക് മണ്ഡലം വേണ്ടതുപോലെ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പ്രകാശിക്കുന്നതാണ് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവനും എന്ന് മനസ്സിലാകും. ആത്മൈക തത്വസന്നിഷ്ഠാഹ സദൈവ സുസമാധയ. അങ്ങനെ ആത്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിലുള്ള ആത്മാവോടുകൂടി സദാ ബന്ധപ്പെട്ട് ഇണങ്ങി അവിടുന്ന് വേറിടാൻ പറ്റില്ല. എൻ്റെ ആത്മാവ് എന്നെ വിട്ടു നീങ്ങില്ല, ഞാൻ ആത്മാവിനെ വിട്ടും നീങ്ങില്ല എന്ന് പറഞ്ഞ് നമ്മൾക്ക് അതോടുകൂടി ഒരു താതാത്മ്യം വരുന്നതാണ് ഈ സന്നിഷ്ഠ. അങ്ങനെ വന്നവർക്ക് സദൈവ സുസമാധയ. അവർക്ക് എല്ലാ സമയവും സമാധി തന്നെയാണ്. അത് സാധാരണ സമാധിയല്ല, സുസമാധി, വളരെ വിശേഷപ്പെട്ട സമാധിയാണ്. അപ്പൊ പ്രവൃത്തി എടുത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ഹാനി വരുന്നില്ല. നിശ്ചലമായി സമാധിസ്ഥനായിട്ടിരിക്കുന്നവന് എന്ത് സന്തോഷമോ താതാത്മ്യമോ ഉണ്ടോ അതേമാതിരിയുള്ള സന്തോഷ സൗഭാഗ്യ താതാത്മ്യമാണ് വ്യവഹാര സമയത്തും ഉള്ളത്. പ്രൊവൈഡഡ് എങ്ങനെയാണെങ്കിൽ പ്രബുദ്ധ ചിത്തനും ആത്മൈക തത്വസന്നിഷ്ഠനും ആയാൽ. നോക്കൂ എന്താ പറയണേ നോക്കൂ. ബദ്ധപത്മാസനസ്യാപി കൃതബ്രഹ്മാഞ്ജലേരപി അവിശ്രാന്ത സ്വഭാവസ്യ കസമാധി കഥം ചവാ. ഇപ്പൊ വ്യവഹാരത്തിലിരിക്കുന്നവന് എല്ലാ സമയത്തും സുസമാധികൾ തന്നെ എന്ന് പറഞ്ഞു. ഇനി മറിച്ചുള്ളതിനെ പറ്റി ഒരു വിമർശനം നടത്തുകയാണ്. ബദ്ധപത്മാസനസ്യാപി. ഞാനേ ധ്യാനിക്കാൻ പോവാ, ഇരുന്നു ആസനത്തിൻ്റെ മുകളിൽ. ഒരു കാലെടുത്ത് മറ്റേ കാലിൻ്റെ തൊടയിൽ വെച്ചു, ഈ കാലെടുത്ത് മറ്റേ തൊടയിലും വെച്ചു, എന്നിട്ടോ കണ്ണടച്ചു. ബദ്ധപത്മാസനസ്യാപി. വരല ബാക്കിയുള്ളവർക്ക് കാണാം, ഓ ഇയാൾ പത്മാസനത്തിലാണ്. അങ്ങനെ പത്മാസനത്തിൽ ബദ്ധനായി കൃത ബ്രഹ്മാഞ്ജലേരവി. ബ്രഹ്മാഞ്ജലി അതും കൂടി നടത്തി എന്നിരിക്കട്ടെ. അതിനൊരു മുദ്രയൊക്കെ ഉണ്ടല്ലോ. അവിശ്രാന്ത സ്വഭാവസ്യ. ഇങ്ങനെ ഇരിക്കണത് ആരാ? ശരീരത്തിനെ നമുക്ക് ബലം പ്രയോഗിച്ച് അങ്ങനെയൊക്കെ ഇരുത്താം. ഇരുത്തി കഴിഞ്ഞാലോ ഉള്ളിലോ അപ്പോ കാട്ടുതീ സാരല്ല, കൊടുങ്കാറ്റ് സാരല്ല, സുനാമി സാരല്ല. അവിശ്രാന്ത സ്വഭാവസ്യ. മനസ്സിന് ഒരു ശാന്തിയില്ല, ഒരു വിശ്രമണവും ഇല്ല. ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ധ്യാനിച്ചോ? എന്താ ഉണ്ടാവണത്? ഇന്ന് കാലത്ത് കൂടി ഞാൻ സംസാരിച്ചു രണ്ടുപേരോട്. അവർ പറയാ കണ്ണടച്ച് ധ്യാനിക്കുമ്പോഴോ സ്വാമിജി മനസ്സൊരു ഒറ്റ ഓട്ട, മനസ്സ് ഓടുക. മനസ്സുണ്ടോ? ഓടുന്നു. മനസ്സെങ്ങനെയാ ഓടുക? നമ്മുടെ ശരീരം വിട്ട് ഒരു സെക്കൻഡിന് മനസ്സിന് പോകാൻ പറ്റില്ല, പോയാൽ പിന്നെ അതിന് തിരിച്ചു വരാനും പറ്റില്ല. പക്ഷെ മനുഷ്യൻ പറയണതാണ് ഓടണമെന്ന്. അപ്പൊ വിശ്രമമില്ല. പത്മാസനത്തിലൊക്കെ ബന്ധിച്ചിരുന്നു, ബ്രഹ്മാഞ്ജലിബദ്ധനായി, ഒക്കെ ശരി. അവിശ്രാന്ത സ്വഭാവസ്യ. അങ്ങനെ ഒരുത്തന് സമാധി കഥം ചവാ. അദ്ദേഹത്തിന് എന്ത് സമാധിയാ? എങ്ങനെയാ അത് ഉണ്ടാവുക? നമുക്കിവിടെ ആവശ്യം എന്താ? മനസ്സും ബുദ്ധിയും ഭേദഭാവം വിട്ട് ഏകഭാവത്തിൽ ലീനമായി അതിൽ നിന്ന് വേറിടാതെ ഇരിക്കണം.